ബാക്ക് ടു മൈ ചാനൽ വിങ്സ് പീരാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ ബോഡി സ്മെല്ലിനെ പറ്റിയിട്ടാണ് കേട്ടോ. എല്ലാ ആൾക്കാർക്കും ഒരേ ടൈപ്പിലുള്ള ബോഡി സ്മെല്ലല്ല. നമ്മളെ പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോഡി സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണു, ഏതെങ്കിലും മാരേജ് ഫംഗ്ഷന് പോകണു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബോഡി സ്മെല്ലുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ മനുഷ്യരിലും ഒരേപോലെ ആയിരിക്കത്തില്ല ബോഡി സ്മെൽ. അത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈജീൻ, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബോഡി സ്മെല്ല്. ഈ സ്മെല്ല് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിയർക്കുന്ന ആൾക്കാരാണ്. രണ്ട് രീതിയിലാണ് അല്ലെ. നമുക്ക് കൂടുതലായിട്ട് വിയർക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ കുറഞ്ഞ തോതിൽ വിയർക്കുന്ന ആൾക്കാരുണ്ട്. ഈ കൂടുതലായിട്ട് വിയർക്കുന്ന ആൾക്കാരിൽ ഈ ഒരു ബോഡി സ്മെല്ല് അധികമായിരിക്കും. അത് നമ്മുടെ ബോഡി ചൂടാകുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ നിന്ന് നമ്മളെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാര്യമാണ് വിയർപ്പ്. ഇത് പുറത്തേക്ക് വരുമ്പോൾ യാതൊരു സ്മെല്ലും കാണില്ല, പക്ഷെ ഇതവിടെ ഇരിക്കും തോറും നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കും അതുപോലെ തന്നെ ബാക്ടീരിയാസ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചാണ് ഇതിന് നമ്മൾ ഇരിക്കും തോറും ഇതൊരു സ്മെല്ലായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു ബോഡി സ്മെല്ല് ഉണ്ടാവണം. ഇത് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വഴികളുണ്ട്, പല മാർഗങ്ങളുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോഡി സ്മെല്ല് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെയിലി 2 വട്ടം ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 2 വട്ടം ബോഡി വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മണമുള്ള സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തേച്ച് കഴുകി കളയാനല്ല ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മൾ ഡെയിലി ഒറ്റ തവണ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഒറ്റ തവണ മാത്രം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാണ്ട് നമ്മൾ കഴുകണ സമയത്ത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബോഡി വാഷ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് ഒരുപാട് സോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള നല്ല കുറച്ച് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്, അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ നമുക്ക് ഈ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ കൂടി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെ ഒക്കെ കുറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ട് 2 നേരവും കഴുകേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഒരു നേരം കഴുകുക, ഒരു നേരം നമ്മൾ കറക്റ്റായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇതൊരു നല്ല പരിഹാര മാർഗ്ഗമാണ്. പിന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഇട്ടിട്ട് വന്നിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ വീണ്ടും എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇപ്പോൾ കുഞ്ഞായിട്ട് വിയർക്കുന്ന ആളാണെങ്കിലും ഭയങ്കരമായിട്ട് വിയർക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഇട്ട ഡ്രസ്സ് വീണ്ടും യൂസ് ചെയ്യാതിരിക്കുക. നമുക്കൊക്കെ ഇപ്പോൾ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, ഇതിപ്പോൾ ഇട്ടിട്ട് പോയതല്ലേ, ഇങ്ങോട്ട് ഇട്ടേക്കാം പിന്നെ എവിടെയെങ്കിലും പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒരുപാട് വിയർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രസ്സ് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയാസ് ആ ഉടുപ്പിൽ ഇരുന്നിട്ട് വീണ്ടും നമ്മൾ ഇടുമ്പോഴത്തേക്ക് വീണ്ടും ഇത് ഭയങ്കര നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും വീണ്ടും അതൊരു സ്മെല്ലിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഇട്ട ഡ്രസ്സ് വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് നോക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ ക്ലോത്ത് ഏത് രീതിയിലുള്ളതാണെന്ന് നോക്കുക. നിങ്ങളിപ്പോൾ ഒരുപാട് വിയർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോളിസ്റ്റർ ടൈപ്പുള്ള ഡ്രസ്സസ് ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും കോട്ടൻ്റെ ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ കോട്ടൻ്റെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, നമ്മുടെ ശരീരം നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ ഈ കോട്ടൺ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അത് പെട്ടെന്ന് ഉണക്കി കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണ്, പോളിസ്റ്റർ ആണ് ഇട്ടേക്കുന്നെങ്കിൽ നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരം ഹീറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ വിയർക്കാനും, വിയർത്ത് കഴിഞ്ഞാൽ ഈ പോളിസ്റ്റർ മെറ്റീരിയലൊന്നും അധികം വിയർപ്പിനെ അങ്ങോട്ട് ഒബ്സർവ് ചെയ്യാണ്ട് അവിടെ ഇരുന്ന് പിന്നെ ബാക്ടീരിയാസ് ഇങ്ങനെ പെറ്റ് പെരുകി നമ്മളതൊരു ഭയങ്കര ബാഡ് സ്മെല്ലിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും കോട്ടൻ്റെതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡുകളും ചിലപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡുകളും ഇതുപോലെയുള്ള ബോഡി സ്മെല്ല് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഫീൻ ഐറ്റംസ്, അതായത് കോഫി, കോളാസ്, ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണ്. സ്പൈസി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബോഡി സ്മെല്ല് കൂടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. ഇതെല്ലാം നമ്മൾ ഡെയിലി ഫ്രൂട്ട്സ് ആണ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഒക്കെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു
ഹാർഡ് സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കാരണം നമ്മളൊരു വാട്ടർ കണ്ടന്റുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബർ, അതുപോലെ വാട്ടർ മിലൻ, തണ്ണിമത്തൻ, ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഈ ഫുഡ് കഴിപ്പ് ഇതിന് കാരണമാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിലും കൂടെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ അണ്ടർ ആംസിൽ അല്ലെങ്കിൽ നമ്മുടെ ജെനറ്റിക്കൽ ഏരിയാസിലൊക്കെ നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ട്. ഈ എന്താ പറയുക, നല്ലപോലെ സ്വെറ്റ് ആവുന്ന ഒരാളും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതനുസരിച്ച് നമ്മളൊരു പ്രോപ്പർ ഹൈജീനും കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒരിക്കലും ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതനുസരിച്ച് നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ലപോലെ, അതായത് നമ്മുടെ അണ്ടർ ആംസിൽ ജെനറ്റിക്കൽ ഏരിയാസിലൊക്കെ നല്ലപോലെ എന്താണ് ഈ ബാക്ടീരിയാസ് ഒക്കെ ഇരുന്ന് പെരുകിയിട്ട് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം. അതാണ് നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് കൈ ജസ്റ്റ് പൊക്കാൻ വേണ്ടി പോലും പറ്റില്ല, ഈ ഒരു ബാഡ് സ്മെല്ല് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പം എന്താണ് ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇൻ കേസ് നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ ഹൈജീൻ ഫോളോ ചെയ്ത് പോവുക. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണ്, നമ്മുടെ ബോഡിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടുതലായിട്ട് നമ്മൾക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതികൾ, ഇപ്പം ഇതേതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കയ്യിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പെർഫ്യൂം ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും അല്ലേ, നമുക്ക് വേറൊരാളെ കാണുന്ന സമയത്ത് എന്നെ മണക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ ഇതുപോലുള്ള പെർഫ്യൂംസ് നിങ്ങൾ നന്നായിട്ട് സ്പെക്ട് ആവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ബോഡി സ്മെല്ല് കൂടുതലാണെന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ബോഡി വാഷ് ചെയ്തതിന് ശേഷം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വിയർക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും. അങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് വിയർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാനും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാവണ ഈ ബാക്ടീരിയാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ കുളിക്കാൻ പോണ സമയത്ത് നമ്മൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു എന്താണ് സോപ്പ് ഉപയോഗിച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അവസാനം കോരി ഒഴിക്കണ വെള്ളത്തിൽ ഈ ഒരു ചെറുനാരങ്ങയുടെ അതായത് അരമുറി നമ്മൾ അവസാനത്തെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വെള്ളം ശരീരത്തിലേക്ക് കോരി ഒഴിച്ച് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വരട്ടെ. പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇങ്ങനെ ചെയ്യണത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയാസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ഈ ബാഡ് സ്മെല്ല് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊരു നല്ലൊരു പരിഹാരമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. നമ്മുടെ അണ്ടർ ആംസ്, വജൈനൽ ഏരിയ, അതായത് നമ്മുടെ ജെൻറ്റിക്കൽ ഏരിയ ഒക്കെ ക്ലിയർ ആയിട്ട് നല്ലൊരു ഹൈജീൻ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ ഈ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, പരിധി വരെ എല്ലാം നന്നായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും എൻ്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അത് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ.